ഫസ്റ്റ് ആയിട്ടുണ്ടോ അവിടെ? ഹായ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് KSRTC ബസ്സിനെ കുറിച്ചിട്ടാണ്, KSRTC ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ യാത്ര ചെയ്യാനായിട്ട് 15-ാം തീയതി എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ KSRTC ബസ്സിൽ നമ്മൾ യാത്ര ചെയ്ത് ചാലക്കുടിക്ക് വന്നു കഴിഞ്ഞ് ചാലക്കുടി ബസ് സ്റ്റേഷനിൽ നിന്ന് തൃശ്ശൂർക്ക് തിരിയുന്ന സ്ഥലത്ത്, സുരഭി തിയേറ്ററിൻ്റെ ഒക്കെ ഭാഗത്ത് തൃശ്ശൂർക്ക് തിരിയുന്ന സ്ഥലത്ത് സഡൻ ബ്രേക്ക് ഇട്ടതിൻ്റെ ഭാഗമായിട്ട് മൂക്ക് ചെന്ന് കമ്പി മിടിക്കുകയും മൂക്കിൽ നിന്ന് നിരന്തരമായിട്ട് ബ്ലഡ് വരികയും അതേപോലെ തന്നെ പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈൽ തെറിച്ച് നിലത്ത് വീണിട്ട് അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടുകയും ചെയ്തു. മൂക്ക് പൊട്ടി ബ്ലഡ് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ബസ്സിലില്ല. ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട്, അതായത് ബസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നോക്കി കഴിഞ്ഞപ്പോഴും ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇല്ല. നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആരുടെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്? KSRTC എന്ന് പറയുന്നത് ഗണേഷ് കുമാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലേ? അതേപോലെ തന്നെ ഗണേഷ് കുമാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് MVD എന്ന് പറയുന്നത്. എന്താണ് MVD? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് മോട്ടോർ സംബന്ധമായിട്ടുള്ള എല്ലാ വാഹനങ്ങളുടെയും നിയമങ്ങൾ പാലിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ അതേ KSRTC ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോപ്പറായിട്ട് ഇൻഷുറൻസ് ഇല്ലാതെ, അതേപോലെ തന്നെ പോക്കറ്റ് ടെസ്റ്റ് പോലും പ്രോപ്പറായിട്ട് നടത്താതെ, ടാക്സ് പോലും അടയ്ക്കാതെ പല കാര്യങ്ങളും നിയമം തെറ്റിച്ച് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതേ പറഞ്ഞ പോലെയുള്ള KSRTC ബസ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നിയമങ്ങൾ പരിപാലിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ KSRTC ബസ് സ്റ്റേഷനിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലും ഇല്ല, ബസ്സിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റില്ല. ഇപ്പോൾ ജനങ്ങൾ ഇതുപോലത്തുള്ളൊരു കാര്യം അവരുടെ വണ്ടിയിൽ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഫൈൻ ഇടിക്കും, അത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതേസമയം ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ MVD ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാറിൻ്റെ അതേ KSRTC ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റില്ലാതെ നിരത്തിൽ KSRTC ബസ് ഓടുന്നു. അവരുടെ ബസ് സ്റ്റേഷനിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റില്ലാതെ ആ സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗണേഷ് കുമാർ, താങ്കൾക്ക് നിയമം പരിപാലിച്ചുകൊണ്ട് KSRTC ഡിപ്പാർട്ട്മെൻറ്റിനെ സക്സസ് ആക്കാൻ കഴിയണം. അതിന് താങ്കൾക്ക് കഴിയുന്നുണ്ടോ? ഈ പറയുന്ന പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയിട്ടും എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടും പ്രോപ്പറായിട്ട് അതിലത്തെ എംപ്ലോയീസിന് സാലറി കൊടുത്തുകൊണ്ട് ഇത് പരിപാലിക്കാൻ കഴിയുന്നില്ല. റോഡിൻ്റെ ഗുരുതരാവസ്ഥ കാരണം, അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ ശ്രദ്ധയില്ലായ്മ കാരണം എൻ്റെ മൂക്ക് പൊട്ടിയിട്ട് ചോര ഒഴിച്ചിട്ട് അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള സർവീസ് ലഭ്യമാവാതെ എൻ്റെ മൊബൈൽ പൊട്ടി അടക്കം എനിക്ക് നഷ്ടമുണ്ടായിട്ട് ചാലക്കുടി സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും നിയമപരമായിട്ട് കോടതി മുഖാന്തരവും കാര്യങ്ങളും മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഈ ഒരു കാര്യം ഒഴിവാക്കാനുള്ള തീരുമാനമില്ല. ഇന്നെന്തായാലും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൊബൈൽ നഷ്ടപ്പെട്ടത് തൊട്ട് നമുക്കുണ്ടായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളെ കുറിച്ചിട്ടും നമ്മൾ അവിടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ സമയം നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. 4 ദിവസമായിട്ട് നമ്മുടെ സമയവും സാമ്പത്തികവും എല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് KSRTCയുടെ ഉത്തരവാദിത്തമില്ലായ്മ കാരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.